ഒരൊറ്റ മറിച്ചിൽ ഞാൻ താഴെ വീണ് എന്റെ കിരീടമൊക്കെ തെറിച്ചു പോയി. ഒരു കൊച്ചു വീട്ടിൽ കാത്തിരിക്കുക, അത് ഓർത്ത് വേണം. ഒരു കല്ല് എന്റെ ടയറിന്റെ അടിയിൽ കയറിയാൽ മതി. ഇങ്ങനെ ഇരുന്ന് വന്നേ ഭയങ്കര സ്പീഡിൽ വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞ മോനെ പതുക്കെ പോടാ. ഓണമാകുമ്പോൾ പ്രജകളെ കാണാൻ വേണ്ടി നമ്മളിന്ന് വരുന്നതാ. ഞാൻ ആ പയ്യന്റെ പുറകിൽ കയറിയിരുന്നു. അവന് ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. എന്റെ കിരീടവും. അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവന്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു പതുക്കെ പോയാ മതി എന്ന്. അവൻ സീക്കറിന്ന് അങ്ങനെ അവന്റെ പേര്. അവൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ ഉരുണ്ട് വീണ്. ഏത് വണ്ടിയായിരുന്നു? ഒരു ഇങ്ങനെ ചന്തിയൊക്കെ പൊങ്ങി. അവന് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ ആകപ്പോഴൊക്കെ വിഷമിച്ചു പോയി. എന്റെ കിരീടവും താഴെ ഞാൻ ചക്രവർത്തി. ഞാൻ ഈ പ്രജകളുടെ മുമ്പിൽ എങ്ങനെ ഇംഗ്ലീഷ് പറയാലോ ഫേസ് ചെയ്യുന്ന എങ്ങനെ? എന്റെ പൊന്നെ, ഹെൽമെറ്റ് ഇല്ലാതെ വന്നാൽ അവന്റെ ജീവിതം പോക്കാം. ഇപ്പൊ പാതാളത്തിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ വന്ന് അപ്പോഴും 2-3 പയ്യന്മാർ ഇങ്ങോട്ട് വരുന്നു. അവനൊന്നും ഹെൽമെറ്റ് ഇല്ല. ഈ തലയിൽ കിരീടം വെച്ചേക്കുന്ന ഇല്ല. ഒരു പയ്യൻ എന്നെ കണ്ടപ്പോ നിർത്തി. ഈ അടയാഭരണങ്ങൾ കണ്ടപ്പോ അവനൊരു തമാശ. എവിടെ പോകുന്നു? ബാലയാണോ ചക്രവർത്തിയാന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഞാൻ മഹാബലിയാന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ പുറകെ കയറിയിരുന്നു. ഇങ്ങനെ ഇരുന്ന് വന്നേ ഭയങ്കര സ്പീഡിൽ വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞ മോനെ പതുക്കെ പോടാ. ഞങ്ങളുടെ കുതിര പോലെ ഇത്ര സ്പീഡിൽ പോത്തില്ല. ഒരൊറ്റ മറിച്ചിൽ ഞാൻ താഴെ വീണ് എന്റെ കിരീടമൊക്കെ തെറിച്ചു പോയി. ഹെൽമെറ്റ് എന്ത് ചെയ്യും? ഞാൻ നാട് കാണാൻ വന്നതാ. അപ്പൊ ഇതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു പയ്യന്റെ പുറകെ കയറിയിരുന്നു. അവന്റെ പോക്ക് എന്തോമായിരുന്നു എന്റെ പൊന്നച്ച. ഞാൻ ഉരുണ്ട് വീണ് ഞാൻ ഒരു പരുവത്തിൽ ഇവിടെ വന്നതാ. നിങ്ങൾ ഹെൽമെറ്റ് വെക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കുക. അനിയനായിരിക്കും കേട്ടോ. ഹെൽമെറ്റ് വെക്കണേ. ഇങ്ങോട്ട് വാ പോരെ. മഹാബലിയായ എനിക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോഡിൽ വീണാണ്ട് തലയൊക്കെ പൊട്ടിക്കുന്നത്. മനസ്സിലായി? തല പൊട്ടി ജീവിതം അങ്ങ് പാഴായി പോകും. മഹാബലിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തലേ 2 പേരും ഹെൽമെറ്റ് വെക്കണം കേട്ടോ. എന്താ 2 പേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഞാൻ കൈ കാണിച്ചപ്പോൾ നിങ്ങൾ വെട്ടിച്ച് അങ്ങോട്ട് പോകാൻ നോക്കി. അവിടുന്ന് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ആ വണ്ടി നിങ്ങളെ ഇടിക്കും. നിങ്ങൾ 2 പേരും മറിഞ്ഞു വീഴും. ഇങ്ങോട്ട് നോക്കിയാട്ടെ. ആര് മേടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഹെൽമെറ്റ് മേടിക്കുന്നതിനാണോ ഉത്തരപ്പാട്? നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽമെറ്റ് എന്തേ? ആകെ 2 പേർ കൂടെ ഒരെണ്ണേ ഉള്ളൂ. എന്നിട്ടാണ് 2 പേരും ബൈക്കിൽ പോണത്. നിങ്ങൾ ഈ തല പൊട്ടി താഴെ വീണാൽ എന്തായിരിക്കും അവസ്ഥ? വർഷങ്ങളോളം കിടപ്പാ. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? അവരെത്ര വയസ്സുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഒരാൾ കിടപ്പിലായുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കും. നമ്മൾ മരണമാണെങ്കിലും ഓക്കെ, മരണമായാൽ അത് കാലം മുറിവുണക്കിക്കൊണ്ടിരിക്കും. പക്ഷേ കിടക്കുന്ന കിടപ്പാണെങ്കിലോ 6 വർഷമായിട്ട് കിടക്കുക. എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ എൻ്റെ കളിച്ചു നടന്ന എൻ്റെ സുഹൃത്ത് 6 വർഷമായിട്ട് കിടക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുവെച്ചോടോ എന്ന് പറഞ്ഞ് ഇറങ്ങിയല്ല. ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇതിന് തന്നെ ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ കേസ് എഴുതുന്നില്ല. ഇപ്പോൾ പക്ഷേ ഇനി നിങ്ങളെ മാവേലിക്കരെ കണ്ടാൽ കേസ് എഴുതും, ലൈസൻസ് സസ്പെൻഡ് ചെയ്യും കേട്ടോ. ഹെൽമെറ്റ് വെച്ചില്ലേ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അത് ഞാൻ ഉപയോഗിക്കും. ഓക്കെ. ഒരു കൊച്ചു വീട്ടിൽ കാത്തിരിക്കുക, അത് ഓർത്ത് വേണം. ഒരു കല്ല് എൻ്റെ ടയറിൻ്റെ അടിയിൽ കയറിയാൽ മതി. എന്താണ് ഹെൽമെറ്റ് ഇല്ലാതെ? എവിടെ നിന്ന് വരുമോ? എവിടെ ഡെയിലി ഇങ്ങനെ കൊണ്ടുവിടാറില്ല? ഇനി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി കയറരുത്. കാരണം എന്താണെന്നറിയാം? ഇത് മറിഞ്ഞു വീണാൽ തല പൊട്ടും. തല പൊട്ടിയാൽ എന്തായി? റിപ്പയർ ഇല്ല. മനസ്സിലായി? കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ റിപ്പയർ ഉണ്ട്. തലയ്ക്ക് മാത്രം റിപ്പയറിംഗ് ഇല്ല. കിടന്നു പോകും. കോമയിൽ കിടന്നു പോകും വർഷങ്ങളോളം. അവസാനം ആദ്യമൊക്കെ വീട്ടുകാർ നോക്കും. ആദ്യത്തെ 1-2 വർഷം വീട്ടുകാർ നോക്കും. അത് കഴിയുമ്പോൾ വീട്ടുകാർക്ക് ഒരു ശല്യമാവും. അവരും കൈ ഒഴിയും. ആ കിടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങനെ കിടക്കുന്ന ഒരാളുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ വരുന്നത്. മനസ്സിലായി? നിർത്ത് എന്ത് പാട്? നിർത്തുന്നില്ലേ? അവിടെ ലൈസൻസ് ഉണ്ടോ അവന്? നോക്കട്ടെ. എന്ത് ഇതൊക്കെ എന്ത് പാൻ്റൊക്കെ പണി കഴിഞ്ഞ് വരണം. പണി കഴിഞ്ഞു. ശരി. മാവേലി എന്തായാലും അയാള് ഹെൽമെറ്റ് വെച്ചു. അവനെ നിയമമെല്ലാം പരിപാലിച്ച ഒരാളായതുകൊണ്ട് മഹാബലിയായിട്ട് തിരുവോണത്തിന് മോനൊരു പ്രസന്റേഷൻ കേട്ടോ. നന്നായി വാ. നീ സൂക്ഷിച്ച് ഒക്കെ പോണം കേട്ടോ. നിങ്ങളെ ലൈസൻസ് ഉണ്ടോ? ലേണേഴ്സ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ വേണം. ഞാനൊരു കേസ് എടുക്കും. ലൈസൻസ് ഇല്ലാത്തതിന് കേസ് എടുക്കും കേട്ടോ. മോള് എന്തായാലും ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് വന്നല്ലേ? മാവേലി ഒരു സമ്മാനം തരും കേട്ടോ. ഒരു മോനെ ഇങ്ങോട്ട് നോക്കിയേ. തല സുരക്ഷിതമാക്കിയതിന്
ഈ തിരുവോണം പ്രമാണിച്ച് മഹാബലി നിങ്ങളെയൊക്കെ കാണാൻ വരുന്നു. സന്തോഷമായിട്ട് അപ്പുറത്തെ തിരുചക്രവാഹനം ഓടിക്കും ഇത്രയും സുരക്ഷിതം നിങ്ങൾ ചെയ്തതിനകത്ത് സന്തോഷം. കേട്ടോ മോനെ, അനുഗ്രഹിച്ചു. ഹെൽമെറ്റും ഉണ്ട്, ലൈസൻസും ഉണ്ട്. മാവേലിയുടെ വക ഒരു സമ്മാനമുണ്ട്, ഓണ സമ്മാനം. മാവേലിയുടെ അവസ്ഥ എല്ലാ കാര്യങ്ങളും പേപ്പറെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് സാറ് തന്ന ഹെൽമെറ്റ് ഞാൻ തരും. മഹാബലി ഹെൽമെറ്റ് വെക്കുന്നതിന് ഒരു ഇതായിട്ട് ഇറങ്ങിയതാ, ബോധവൽക്കരണമായിട്ട് ഇറങ്ങിയതാ. ഹെൽമെറ്റ് വെക്കാത്തതിന്റെ ഒരു അവസ്ഥ മാവേലിയുടെ തലയ്ക്ക്. മഹാബലി ഉരുണ്ട് വീണ് മാവേലി ഒരു ബൈക്കിന്റെ പുറകെ ഹെൽമെറ്റ് ഇല്ലായിരുന്നു എനിക്ക്. ഞാനൊരു പയ്യന്റെ ഇത് മഹാബലി ആർട്ടിഫിഷ്യലോ ഇത് പിന്നെ ഒരു വലിയ സംഭവമായിരുന്നു. ആ പയ്യന്റെ പുറകെ കയറി ഇരുന്ന് അവൻ ആഴ്ച വിട്ട് പോയി. അവസാനം ഉദ്യോഗസ്ഥന്മാര് മഹാബലി ബൈക്കിന്റെ പുറകെ പോയപ്പോ മറിഞ്ഞു വീണു. ഹെൽമെറ്റ് ഇല്ല. എന്റെ കുഴപ്പം ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഇത് ഹെൽമെറ്റ് ആയിട്ട് പറ്റുമോ? പൊത്തുക്കണോ താഴെ വീണ് ഇനിയും സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി എനിക്കാണെങ്കിൽ തിരിച്ചു പോവും വേണം. അവിടെ പാതാളത്തില് ഒരാശുപത്രി ഒന്നുമില്ല. ഇത് എന്റെ മഹാബലിയുടെ വെച്ചിട്ട് വന്നല്ലേ സമ്മാനം. മോനെ നല്ല കുഞ്ഞ കേട്ടോ, ഹെൽമെറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇപ്പൊ കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹെൽമെറ്റ് ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയാം അവർ തൊട്ടടുത്തുനിന്ന് കയറിയതാണ്, ഇവിടെ കൊണ്ടുവിടാൻ പോയതാണ്. അതൊന്നും അല്ല സത്യം. ഞാൻ ഇതിന്റെ ഒരു അനുഭവിച്ച ആളാണ്. ഈ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് മറിഞ്ഞു വീണാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അത് എൻ്റെ ഒരു സുഹൃത്തുക്കൾ, ഞാൻ കൊല്ലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളായിരുന്നു. അവര് 2 പേരുടെ ബൈക്കിനകത്ത് പോയത്. അവർ വെള്ളം അടിക്കത്തില്ല, മുറുക്കത്തില്ല, ഒരു ദുസ്വഭാവമില്ലാത്ത 2 നല്ല ചെറുപ്പക്കാരായിരുന്നു അവർ. അവരെന്ത് ചെയ്തു? ഒരു പോസ്റ്റേ ചെന്ന് ഒരു പട്ടി കുറുക്കിയാടി പോസ്റ്റേ ചെന്ന് ബൈക്ക് ഇടിച്ചു. ബൈക്ക് ഇടിച്ചിട്ട് മുൻപിൽ ഓടിച്ചിരുന്ന ആള് ഈ പോസ്റ്റേ തലയിടിച്ചിട്ട് അന്നേരം മരിച്ചുപോയി. ബാക്കിലിരുന്ന ആള്, 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അയാൾ തെറിച്ച് വീണിട്ട് അയാളുടെ തല പൊട്ടിയിട്ട് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷേ ഇന്ന് വരെ അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 വർഷമായിട്ട് കിടക്കയിലാണ്. അന്ന് മുതൽ ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഇറങ്ങും. കുറെ മുട്ടായി മേടിച്ച് പോക്കറ്റ് ഇടും. ആ ഹെൽമെറ്റ് വെച്ച് കൃത്യമായിട്ട് വരുന്നവർക്ക് മുട്ടായി കൊടുക്കും, അല്ലാത്തവർക്ക് ഉപദേശം കൊടുക്കും. അല്ല സീരിയസ് കേസാണെങ്കിൽ, അവർ ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ അവർക്ക് ഞാൻ കേസ് എഴുതി ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നൊക്കെ ഒന്ന് പേടിപ്പിക്കും. അല്ല എന്ത് ചെയ്യാനാണ്? ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്നെ പോലെ തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാളാണ്. പാവങ്ങളുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഇന്ത്യയിൽ ഫേമസ് ആണ്. അദ്ദേഹം കേരളം മൊത്തം ഫേമസ് ആണ്. മാവേലിക്കര സുരേഷ് എന്ന് പറയുന്ന ഇദ്ദേഹം വിവരാവകാശ പ്രവർത്തനാണ്. അതുപോലെ ഈ പാവങ്ങളുടെ കേസിന് വേണ്ടിയിട്ട്, ആവശ്യക്കാരന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറുള്ള ഒരാളാണ്. ഒറ്റയാൾ പോരാട്ടമാണ് ഇദ്ദേഹം നയിക്കുന്നത്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം ഇതൊക്കെ ഇട്ടിട്ട് സ്വയം ഈ ഐഡിയ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പരിപാടി ഇറക്കിയത്. നമ്മളീ പറയുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ കണ്ട് സംസാരിച്ച ഏതാണ്ട് ഒരു 10-25 ആൾക്കാരോളം നമ്മൾ കണ്ട് സംസാരിച്ചു. ബൈക്കുള്ളത് അവിടത്തെല്ലാം നമ്മളത് പറഞ്ഞപ്പോൾ അവരെല്ലാം അത് വില്ലിങ്ങാണ്. അവർക്ക് അത് കേട്ടു. അവരെല്ലാം ഇനി അത് എല്ലാം ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ 2 പേരുടെയും വിശ്വാസം. അവർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലേ സാർ? അതെ.